മോനെ അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി. കുറ്റവാളി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് സിദ്ധാർത്ഥ് ഭരതൻ, ഡയറക്ടർ സേതുനാഥ്, ആസിഫ് അലി ആൻഡ് ആനന്ദ്. എന്താ വിശേഷം? വിശേഷങ്ങളൊക്കെ ഉണ്ട്, പറയാം. ഇതിപ്പം പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണോ? നിനക്ക് എന്താ അറിയേണ്ടത്? എനിക്കറിയാം പലതുമുണ്ട്. നീ ആണാണെങ്കിൽ ഉറക്ക പറയടാ. ഉറക്ക പറഞ്ഞാൽ എന്താടാ? ഏത് തെണ്ടിയുടെ മുഖത്തോക്കി ഞാൻ പറയും. എന്നാ ഇവന്റെ മുഖത്തോക്കി ധൈര്യമായിട്ട് പറഞ്ഞു. പുരുഷന്മാരുടെ പല പ്രശ്നങ്ങളും ചിലപ്പോൾ സമൂഹത്തിൽ പറയുമ്പോൾ സമൂഹം ചിരിച്ച് തള്ളാറാണ് പതിവ്. അപ്പൊ അതുമല്ല നമ്മൾ സംസാരിക്കപ്പെടണം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അത് പുത്തി ഞാൻ വിചാരിച്ചോലല്ല, സ്വാമിക്ക് ബുദ്ധിയുണ്ട്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പുരുഷന്മാർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന്? താങ്കളുടെ അഭിപ്രായം എന്താ? അല്ല, താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ അല്ല, താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റൂ? അല്ല, താങ്കൾ പറഞ്ഞോളൂ. എനിക്ക് അഭിപ്രായം പറഞ്ഞിട്ട് താങ്കളുടെ അഭിപ്രായം ഞാൻ പറയാം. നല്ല പുരുഷന്മാരും നല്ല സ്ത്രീകളും ഉണ്ട്, മോശം പുരുഷന്മാരും മോശം സ്ത്രീകളും ഉണ്ട്. നിങ്ങൾ രണ്ടാളും എന്തിനാ പരിഭ്രമിക്കണേ? നിങ്ങൾ രണ്ടാളും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഞാൻ ചേട്ടൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, കോമൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതിപ്പോ ഒരു പുരുഷപക്ഷം സ്ത്രീപക്ഷം എന്നതിലൊക്കെ മാറിയിട്ട് കടുപ്പം കുറച്ച് പറ, എന്നാലല്ലേ ഞങ്ങൾക്കും കൂടി ഒന്ന് ഇഴുകി ചേരാൻ പറ്റത്തുള്ളൂ. എന്നാ കേട്ടോ, ആഭ്യന്തര കുറ്റവാളി ഒരു മനുഷ്യപക്ഷമുള്ള ഒരു സിനിമ ആയിരിക്കും. ഉറപ്പായിട്ടും ഈ സ്ത്രീ പുരുഷനും മനുഷ്യനല്ലേ. എവിടുന്ന് കിട്ടിയോ തനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ? അതിപ്പോ കിടാവ് ആരോടും പറയാതെ പെട്ടെന്ന് നാട്ടിൽ പോയപ്പോ തൽക്കാലം വേറെ ആരും കിട്ടിയില്ല. അയാള് വരുന്നവരെ ഇയാള് നിൽക്കട്ടെ എന്ന് കരുതി. താൻ ഇത് എന്ത് പണിയാണോ കാണിക്കുന്നത്? അതെന്താ അറിയോ, പൊതുവെ എന്റെ ഇന്റർവ്യൂസിൽ മണ്ടത്തരം കൂടുതലാണ് എല്ലാവരും പറയാറുണ്ട്. അതെനിക്ക് പണ്ടേ അറിയാം. അല്ല, പൊതുവെ അങ്ങനെ ഒരു ടോക്ക് വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം കുറച്ച് ഇവിടെ നാറ്റിക്കോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. നമ്മുടെ ജഗദീഷ് ഏട്ടൻ അസീസ്ക ബിസി ആയതുകൊണ്ട് പോയി. എന്തിനെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. സുഹൃത്തായിട്ടാണ് അഭിനയിച്ചിരുന്നത്. ദേശവാസി ഒരു സോഡ കമ്പനിക്കാരനാണ്. എന്താ അസീസ്കയുടെ പേര്? അത് പിന്നെ ഇത് അത് പിന്നെ ഇതോ അത് കളഞ്ഞിട്ട് പിന്നെ കാര്യം പറയടാ. അസീസ്കയുടെ ക്യാരക്ടറിന്റെ പേര് ഇപ്പൊ പറഞ്ഞു കേട്ടായിരുന്നോ? സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. അല്ലാതെ എന്താ അറിയോ, ഒരു വീഡിയോ കാണിക്കാനുണ്ട്, അതെന്റെ മിസ്സായി. അസീസ്കയുടെ പേര് ജഗദീഷ് ഏട്ടൻ. ഈ തോല എന്തോന്നാ പറയുന്നത്? ഇതാ ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ലാന്ന്. ഈ മന്ദബുദ്ധിയെ ഈ പണി ഏൽപ്പിച്ച നമ്മളാ മണ്ടന്മാര്. ഇനി എന്നെ വിളിക്കും, എന്തെങ്കിലും ആവശ്യം പറഞ്ഞു, അപ്പൊ കാണിച്ചു തരാം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.